നിങ്ങൾ തമ്മിൽ കണ്ടപോലെ തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ബസ് ട്രിപ്പാണ്. അതേപോലെ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ബസ് ട്രിപ്പാണ്. എറണാകുളം ടു ഹൈദരാബാദ് ബിഗ് ബസ് ട്രാവൽസിൻ്റെ വോൾവോ 9600 സ്ലീപ്പർ ബസ്സിലെ ഒരു അടിപൊളി ജേണിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് കളർ ബസ്സാണ് കേട്ടോ. ബിഗ് ബസ് ദൂരെ ഇങ്ങനെ കാണാൻ പറ്റും. ബ്രാൻഡ് ന്യൂ വോൾവോ 9600 നല്ല കിട്ടിലം വണ്ടിയാണ് കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഒരു അവിടെ തന്നെ നിർത്തിയോ അവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ബസ് ഹൈദരാബാദ് എത്തുന്നവരെ 1200 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. അതും 5 സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന. ഇത്രയും ഒരു ലോങ് ട്രിപ്പ് ഈ ഒരു 1200 കിലോമീറ്റർ ഈ ബസ് ഓടിയെത്താൻ എടുക്കുന്ന സമയം 21.5 മണിക്കൂറാണ് കേട്ടോ. സൂപ്പർ ലോങ് ട്രിപ്പാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. യാസ് ട്രാവൽസിൻ്റെ ഹൈദരാബാദ് സ്ലീപ്പർ ബസ്സാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇവർ സർവീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വോൾവോ B11R BS6 മോഡൽ ബസ്സാണ് കേട്ടോ. വോൾവോ B11R ഈ ഒരു ടൈപ്പ് ബോഡിയിൽ ഓൺ ബോഡി, അതായത് വോൾവോ കമ്പനി ബോഡിയിൽ ചെയ്ത അവസാനത്തെ ബസ്സുകളിൽ ഉൾപ്പെട്ട ഒരു ബസ്സാണ് കേട്ടോ. ബസ് പുറത്തുനിന്ന് എനിക്ക് അധികം കാണിച്ചു തരാനൊന്നും പറ്റില്ല. വോൾവോ 9600 ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്ക് എവിടെയെങ്കിലും ഒരു ടീ ബ്രേക്കിനൊക്കെ നിർത്തുന്ന സമയത്ത് നമുക്ക് എന്തായാലും പകൽ വെളിച്ചത്തിൽ വണ്ടി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എറണാകുളം, ഹൈദരാബാദ് ഇതിൻ്റെ മുമ്പേയും പല ബസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു 9600 ഒരു അണ്ടർ പവർ എഞ്ചിനാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം പേപ്പറിൽ അങ്ങനെയാണ്. വോൾവോൻ്റെ 8 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. 11R ഒക്കെ ആണെങ്കിൽ 11 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഹോഴ്സ് പവർ കുറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയിലാണ് നമ്മൾ ഇത്രയും ലോങ് ട്രിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ടൈമിങ് കീപ്പ് ചെയ്യുമെന്നൊന്നും അറിയാൻ പറ്റില്ല. വോൾവോ B11R ഇത്ര ലോങ് ജേർണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യാത്ര കംഫർട്ട് ഈ 9600 വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കുള്ള കംഫർട്ട് B11R ആയിരിക്കും. അതിൻ്റെ ഒരു പവറും പിന്നെ മാനുവൽ ഷിഫ്റ്റിങ്ങും അതെല്ലാം നോക്കുന്ന സമയത്ത് അതായിരിക്കും ഒന്നുകൂടി ഓവർടേക്ക് ചെയ്ത് പോകുന്നവരൊക്കെ ഒരു സുഖമായിട്ട് അവർക്ക് തോന്നാം. അപ്പോൾ നമുക്ക് ബസ്സിന് ഇൻറ്റീരിയർ ജസ്റ്റ് കാണാം കേട്ടോ. ടിപ്പിക്കൽ വോൾവോ 9600 ക്യാബിനാണ് ഇതിന് വരുന്നത്. ഒരു വൈറ്റ് ബെഡ്ഷീറ്റ്, പിന്നെ ഒരു ബ്ലാങ്കറ്റ്, പിന്നെ ഒരു പില്ലോ, ഇത്രയാണ് കൊടുക്കുന്നത്. പിന്നെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മീഡിയം കർട്ടൺ ഇല്ല കേട്ടോ. മീഡിയം കർട്ടൻ്റെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തിനാണ് റിമൂവ് ചെയ്തതെന്ന് അറിയില്ല. മീഡിയം കർട്ടൺ ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഇത് ടോട്ടൽ വരുന്നത് ഇതാണ് ബസ്സിൻ്റെ ഏറ്റവും ബാക്ക്. ബസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് 15 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതായത് 15 മീറ്റർ നീളം വരുന്നുണ്ട്. ഇതിൽ 42 സ്ലീപ്പർ ബർത്തുകളാണ് കൊടുത്തത്. 2x1 കോൺഫിഗറേഷനിലാണ്. 2 ബർത്ത് ഇവിടെ, 1 ബർത്ത് ഇവിടെ, അങ്ങനെ 2 ഡെക്കായിട്ട് 42 സീറ്റാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫെയർ ഞാൻ പറഞ്ഞുതരാം. ഇതുവരെയൊക്കെ എങ്ങനെയാണ് ഒക്കുക എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഈ വണ്ടി 11R വെച്ച് കമ്പയർ ചെയ്യുന്നേരം കുറച്ചുകൂടി മൈലേജൊക്കെ തരുന്ന എഞ്ചിനാണ് ഈ വോൾവോ B8R എഞ്ചിൻ എന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഫെയർ അത്രയും ലോ ഫെയറിലാണ് ഇത് ഓടുന്നത്. വീക്കെൻഡിലൊക്കെ ചെറിയൊരു ഇതുണ്ടാവും. അത് നിങ്ങൾക്ക് ഡൈനാമിക് പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നവർക്ക് മനസ്സിലാവില്ല. ഈ ബസ് ഫ്ലൈറ്റൊക്കെ അത് വെച്ചിട്ടാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു വീക്ക് ഡേയിലാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് വന്ന ഫെയർ 1900 രൂപയാണ്. 2000 രൂപേൻ്റെ ഇതിൽ നിന്ന് ചെറിയൊരു ഓഫൊക്കെ കഴിച്ച് 1900 രൂപയാണ് ഇതിൻ്റെ ഫെയർ വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ബസ്. ഇവിടെ ഒരു AC യൂണിറ്റ് കാര്യങ്ങളും ഒരു എമർജൻസി എക്സിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു പ്യൂരിഫിക്കേഷൻ സംഭവങ്ങളും AC-ൻ്റെ വേറൊരു വെൻ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഈ സൈഡിൽ ഡബിൾ ബർത്തിലുള്ളവർക്ക് വലിയൊരു ലഗേജ് സ്റ്റോറിങ് ഡിവൈസ് സംഭവങ്ങളൊക്കെ വലിയൊരു ലഗേജ് സ്റ്റോറിങ് സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ബാക്ക് റെസ്റ്റ്, പിന്നെ മൊബൈൽ ഫോൺ ഹോൾഡേഴ്സ് ഇവിടെ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. ഇവിടെ ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബാഗൊക്കെ വെക്കാൻ പറ്റുക. പിന്നെ ഇതേപോലെ സംഭവമൊക്കെയാണ് ഇവിടെ ജസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നവർക്ക് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാരണം അത് 2 മാസമായി സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടെന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. ഈ ബസ് അതിനത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പോയിട്ട് ക്യാബിനൊന്ന് കാണാൻ പറ്റും. ഉച്ചക്ക് 1 മണിക്ക് വൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബസ് 5 സ്റ്റേറ്റിലൂടെ ഓടി. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന ഈ 5 സ്റ്റേറ്റിലൂടെ ഓടി. രാവിലെ 10 മണിക്ക് ഹൈദരാബാദ് സിറ്റിൻ്റെ ഉള്ളിൽ എൻ്റർ ആവും. 11 മണിക്ക് മിയാപൂർ അവസാനത്തെ സ്റ്റോപ്പിൽ എത്തി പാസഞ്ചേഴ്സ് ഡ്രോപ്പ് കഴിയുകയും ചെയ്യും. അപ്പം ഇത്രയും ഒരു സൂപ്പർ ലോങ് ട്രിപ്പാണ്. സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലോങ്ങസ്റ്റ് ട്രിപ്പുകളുടെ ട്രിപ്പാണ് ഈ ഒരു എറണാകുളം ഹൈദരാബാദ് റൂട്ട്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിനിലാണ് ഇപ്പോൾ ഞാനുള്ളത്. പുള്ളിക്കാരനാണ് ഡ്രൈവർ. ആൾ ചെന്നൈയിലാണ് വീട്. അപ്പം ഈ ബസ് ഈ റൂട്ടിൽ ഓടി തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. 3
3 മാസം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയാണ് ഈ ഒരു വോൾവോ XC0 3 മാസം ഓടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ 2 പേരുണ്ട് ഇതിലെ ക്രൂ. വണ്ടി 81,849 കിലോമീറ്ററാണ് കേട്ടോ ഓടിയിരിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ബർത്തിൽ കയറി ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ അപ്പുറം ബർത്ത് U10 ആണ് സെറ്റ് ചെയ്തത്. അതായത് ബസ്സിൻ്റെ ഏകദേശം ഒരു നടക്കായിട്ടുള്ള വരും. അപ്പോൾ ഇവിടുത്തെ ട്രാവൽ കംഫർട്ട് എങ്ങനെയുണ്ട് നോക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ട്രാവൽ കംഫർട്ട് വരുന്ന ഒരു കമ്പനിയാണ് ഈ വോൾവോൻ്റെ ബസ്സുകളൊക്കെ. അപ്പം അതിൽ തന്നെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള മോഡലാണ് വോൾവോ 9600. അപ്പോൾ കംഫർട്ടിനെ കുറിച്ചൊന്നും ഒരു സംശയമില്ല. 2000 രൂപയൊക്കെ ഉള്ള ഫെയറുള്ള സമയത്ത് ഈ ബസ് ഒന്നും നോക്കാണ്ട് ഹൈദരാബാദിലോട്ട് നമുക്ക് എത്താൻ പറ്റും. പിന്നെ വോൾവോൻ്റെ 9600 മോഡലൊക്കെ അപ്പർ ബർത്തിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ പുറത്തോട്ട് നോക്കുന്ന ആ ഒരു ഹൈറ്റിലാണോ എല്ലാ വണ്ടികളും നമ്മളെ താഴെ ആയിരിക്കും ഉണ്ടാവുക. നല്ല കിഡിലെന്നൊരു ഗ്ലാസ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടുന്ന് പുറത്തോട്ടേക്ക് ഉണ്ടാവുക. ഇതിൻ്റെ ക്യാബിൻ സ്പേസ് നിങ്ങൾ കാണുന്നുണ്ടോ? എത്ര ഇന്ത്യയിലെ ഏറ്റവും ക്യാബിൻ സ്പേസ് വരുന്ന ഒരു മോഡൽ ബോഡി കൂടിയാണ് കേട്ടോ ഈ ഒരു ബസ് വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നേരം ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്യാബിൻ സ്പേസ് എത്ര ഉണ്ട് എന്നുള്ളത്. അത്ര തടിയുള്ള ഒരാൾക്കും ഈ ഒരു ബെഡിൽ ഫിറ്റ് ആവട്ടതാണ്. അത്യാവശ്യം നല്ല വൈഡ് ബെഡാണ്. ഈ സൈഡിലൊക്കെ ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുഷ്യൻ ടൈപ്പ് ഒരു സംഭവമാണ്. ഇതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി സ്റ്റാൻഡേർഡിലാണ് വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ തട്ടുന്നേരം പെയിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കുമ്മലോ അല്ലെങ്കിൽ സ്റ്റീൽ സാധനത്തുമ്മലോ തട്ടുന്ന പോലെ നല്ലൊരു കുഷ്യൻ ഈ സംഭവമാണ്. എല്ലായിടത്തും എയർ ഫ്രഷ്നെസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സൗണ്ട് വരുന്നത് ഈ AC-ൻ്റെ ഈ ഒരു ഇതിൽ നിന്നാണ്. പിന്നെ നമുക്കിവിടെ ഒരു AC വെൻ്റ് ഉണ്ട്, റീഡിങ് ലാമ്പ് ഉണ്ടാവും, ബെർത്ത് ലാമ്പ് ഉണ്ടാവും. ഇതൊക്കെ രാത്രി ആയാലും ഓൺ ചെയ്യും കേട്ടോ, പകൽ ആവശ്യമില്ല. അത് ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഒരു AC വെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്. ഇതിലൊക്കെ AC നല്ല പവർ AC ഉണ്ട്. വോൾവോൻ്റെ എയർ കണ്ടീഷനിങ്ങും അടിപൊളിയാണ്. നല്ല ഏറ്റവും ബെസ്റ്റ് പ്യൂരിഫൈഡ് എയർ ആണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നത്. അപ്പം നമുക്കിനി അടുത്ത മെയിൻ സ്റ്റോപ്പ് തൃശ്ശൂർ. സമയം അങ്ങനെ 3:05 നമ്മൾ തൃശ്ശൂർ ഓൺ ടൈമാണ്. ഒരു 5 മിനിറ്റ് വ്യത്യാസമുള്ളൂ. 2:45 സമയം. നമ്മളെ കേരളത്തിലെ റോട്ടിൽ ഉള്ള ട്രാഫിക് സിറ്റുവേഷനാണ് ഇത്. ഈ ആഫ്റ്റർനൂൺ സമയത്തൊക്കെ നല്ല ട്രാഫിക്കാണ്, നിങ്ങൾ കണ്ടതായിരിക്കും. അപ്പം നമ്മളെ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വട്ടം വിളിക്കേണ്ട, ബസ് എത്തും എന്തായാലും. നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും ബസ് അവിടെ നിങ്ങളെ പിക്ക് ചെയ്യാതെ നിങ്ങൾ വൺസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്ക് കൂടുതൽ ടെൻഷൻ കൊടുക്കേണ്ട. അതിൻ്റെ ഓൺലൈൻ മാപ്പ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഇതാണ് വോൾവോൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. ബസ്സിൻ്റെ ഒരു ട്രാക്കിംഗ് ലിങ്ക് നമ്മളെ ഫോണിലോട്ടൊക്കെ ലൊക്കേഷനായിട്ട് വരും. അപ്പം ആ ട്രാക്കിംഗ് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ബസ് എവിടെയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഡ്രൈവറെ വെറുതെ 10 തൊട്ട് വിളിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതിനാണ് ഇവർ ആ ട്രാക്കിംഗ് ലിങ്ക് നമ്മളെ ഫോൺ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് വരുന്നത്. അങ്ങനെ നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൽ 2 ഡ്രൈവേഴ്സാണുള്ളത്. ഒരാൾ പോയിട്ട് റെസ്റ്റ് എടുക്കും, നെക്സ്റ്റ് ഷിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മണ്ണൂത്തി ബൈപ്പാസിൽ തൃശ്ശൂർ ലാസ്റ്റ് പിക്കപ്പിലെത്താനായി.
നമ്മളങ്ങനെ സമയം 4:40 ആയപ്പം കേരള ബോർഡർ വിട്ട് തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തിട്ടാണ് കോയമ്പത്തൂരിലോട്ട് 25 കിലോമീറ്റർ കൂടിയാണുള്ളത്. ഇപ്പോൾ നമ്മൾ കേരളം വിട്ട് തമിഴ്നാടിൻ്റെ ഏരിയയിലെത്തിട്ടോ. ഇവിടെയാണ് അതിൻ്റെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ആകണം നമ്മളെ കേരളത്തിൻ്റെ പോസ്റ്റാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇനി നമ്മൾ തമിഴ്നാടിൻ്റെ പോസ്റ്റ് കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് അവിടെ തമിഴ്നാട് കയറിപ്പോയപ്പോൾ നല്ല ഹെവി മഴ വന്നു കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കോയമ്പത്തൂർ ഈവനിങ് ടൈമിൽ ഹെവി ട്രാഫിക് ആണ് കേട്ടോ. ഇവിടുത്തെ സിഗ്നലൊക്കെ 2 മിനിറ്റൊക്കെയാണ് റെഡ് സിഗ്നലൊക്കെ വീഴുന്നത്. എന്നാലും നമുക്ക് കിട്ടുന്നതാകെ 20 സെക്കൻഡല്ല. ഫുൾ ഹെവി ട്രാഫിക്. സമയം 5:23. അങ്ങനെ നമ്മൾ സമയം 5:35 ആയപ്പം LNT ബൈപ്പാസിൻ്റെ എൻഡിൽ വന്ന് നമ്മളിവിടെ ടീ ബ്രേക്കിന് നിർത്തിയാണ് കേട്ടോ. നല്ല കാറ്റാട്ടോ, വിൻഡിയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ നമുക്കൊരു ചായ കുടിക്കാനോ ടോയ്ലറ്റ് പോകാനുള്ള ഒരു ബ്രേക്ക് ഉണ്ട്, ഡിന്നർ ബ്രേക്കിൻ്റെ മുമ്പായിട്ട്. നമ്മൾ നേരത്തെ ബസ് കണ്ടിട്ടായിരുന്നല്ലോ. അപ്പോൾ ബസ് ഫുള്ളൊരു ഓറഞ്ച് കളറിലാണ് വരുന്നത്. നമ്മൾ പണ്ടത്തെ KSRTC സ്വിഫ്റ്റ് B11R ആ ഒരു കളർ തീമിലാണ് ഈ ഒരു ബസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് തന്നെ ബിഗ് ബസ് എന്നുണ്ടാവും. അതിൻ്റെ താഴത്ത് ഇവരെ ഡിജിറ്റൽ ബോർഡ്, അതിൻ്റെ താഴത്ത് ബിഗ് ബസ് ടിക്കറ്റ് കൊടുക്കും. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. 20% ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവരെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. നോട്ട് മൈ മെറിറ്റ് ബട്ട് ഹിസ് ഗ്രേസ്, അങ്ങനത്തെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വോൾവോൻ്റെ വലിയൊരു ബ്രാൻഡിങ് ബാഡ്ജ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴത്ത് ബിഗ് ബസ് എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട്. പിന്നെ NL01B9279 ആണ് വണ്ടിൻ്റെ നമ്പർ. ജയ് ഗുരുദേവ് എന്ന് താഴത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടിൻ്റെ സസ്പെൻഷൻ ആടുന്നതാണ് കേട്ടോ. ഒരാളിങ്ങനെ കയറുന്ന നേരം പോലും ആ സസ്പെൻഷൻ ആയെങ്കിലും അത്രയും സോഫ്റ്റ് സസ്പെൻഷനാണ്. പിന്നെ വോൾവോൻ്റെ ടിപ്പിക്കൽ ഐക്കോണിക് B ഹെഡ്ലൈറ്റ് വരുന്ന DRL അതിൻ്റെ ഹെഡ്ലൈറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. വണ്ടിൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ഹൈറ്റ് വേറെ ലെവലാണ്. എൻ്റെ ഫ്രണ്ടിൽ 2 ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ 900 അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അത് ഒരു അഡീഷണൽ ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ സൈഡിൽ നമുക്ക് ബിഗ് ബസ് എന്ന് എഴുതിയത് കാണാം. പിന്നെ ടിക്കറ്റിൻ്റെ ഇത് 2+1 പ്ലാറ്റിനം സ്ലീപ്പർ ക്ലാസ് എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ 15 മീറ്റർ ബസ്സാണ്, 15 മീറ്റർ നീളമുള്ള ബസ്സാണ്. അതിൻ്റെ ടാഗ് വീൽ വരുന്നത് ബാക്കിലാണ്. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ബാക്ക് ഒരു ഹൈറ്റ് നിങ്ങൾ കണ്ടില്ലേ. ഒരു നില വീടിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ ഉണ്ടാവും. ഇതിൻ്റെ എൻജിൻ റൂമിൻ്റെ മുകളിൽ വരുന്ന ഈ 2 ബർത്തുകൾ കേട്ടോ. എൻജിൻ ഇവിടെയാണ് വരുന്നത്. ഇത് കുറച്ച് പവർ കുറവുള്ളൊരു എൻജിനാണ് കേട്ടോ. ഇത് കയറിപ്പോവില്ല. ഹൈദരാബാദ് ലോങ് റൂട്ടിലൊക്കെ ഈ ബസ് ഓടിക്കുന്നവരെ ഭയങ്കര കഷ്ടമാണ്. ആ പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ കേൾക്കണം. ഇത് എത്ര ഓടിച്ചാലും അവിടെ എത്തൂല. അങ്ങനത്തെ ഒരു എൻജിനാണ് ഇതിൻ്റെത് വരുന്നത്. പക്ഷെ നല്ല മൈലേജാണ് വണ്ടി. പിന്നെ ഇതിൽ ഏറ്റവും നല്ല സേഫ്റ്റിയാണ് കേട്ടോ ഈ ഒരു ബസ് തരുന്നത്. നമ്മൾ പാസഞ്ചേഴ്സിന് സേഫ്റ്റി ആണല്ലോ. ടൈമിനെക്കാട്ടിലും പല ആളുകളും നോക്കുന്നത് സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് ഈ 9600 ആളുകൾ കയറാൻ ഇത്രയും താല്പര്യപ്പെടുന്നത്. ഈ സൈഡിൽ കാണുന്ന മൊത്തം ഇതിൻ്റെ സ്റ്റോറേജ് ആണ് കേട്ടോ. വലിയൊരു കിഡിലും ഡിക്കി സ്പേസ് തന്നെ ഉണ്ട്. ഇതിൻ്റെ ടയർ ഉണ്ടല്ലോ, ഈ ടാഗ് വീൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ടാഗ് വീൽ ബാക്കിൽ വരുന്ന B11R ആൻഡ് B8R മോഡലുകൾക്കാണ് ടാഗ് വീൽ ബാക്കിൽ വരുന്നത്.
ചെയ്യുന്ന സമയത്ത് ആ ഭാഗം എൻ്റയർലി ബ്ലോക്ക് ചെയ്തിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടോ ഇതിലെങ്ങനെ നമ്മൾ പോകുന്നത്. അപ്പുറത്ത് റീടാറിങ് നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്ര ബ്ലോക്ക്. അവിനാശി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഫുൾ ടാറിങ്ങിൻ്റെ പണിയാണ് മെയിൻ ഹൈവേ. అందుకే చేసా ఊరికే వస్తుంది అనేసి. In 600 meters, continue straight to stay on National Highway 544.
15 మంది ఉన్నారు అంతే కదా నక్కేసా కదా నక్కేసా కదా ఈయన ఒకటి 16 സമയം 8 മണിയാവാനായി. നമ്മൾ ഏകദേശം സേലം അടുത്തെത്തിട്ടോ. സേലത്തേക്കൊന്ന് 20 കിലോമീറ്റർ കൂടിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഡിന്നർ ബ്രേക്ക് ആയിട്ടുണ്ട്. നല്ലൊരു കിഡിലൻ ഹോട്ടലാണ് നിർത്തിയത്. ശരവണ ഭവനിലാട്ടോ നിർത്തിയത്. വെജ് ഹോട്ടലാണ്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ്, നല്ല കിഡിലൻ ഒരു ലക്ഷറി, അതായത് ഒരു ഫാമിലി ഹോട്ടലാണ് നിർത്തിയത്. ദാബ ടൈപ്പ് ഹോട്ടലൊന്നല്ല. സംഭവം സൂപ്പറായിട്ടുണ്ട്. വണ്ടി നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. വണ്ടി 90 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് പോകുന്നത്. 90ൽ ലോക്ക്ഡാണ്. ഈ റൂട്ടിലൊക്കെ 110 വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബാക്കിയുള്ള വണ്ടികളൊക്കെ 110ലാണ് ഓടുന്നത്. പിന്നെ ഇതാണെങ്കിൽ വോൾവോ B8R എഞ്ചിനും കൂടിയാണ്. പാസഞ്ചേഴ്സ് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഒരു വണ്ടി ലോക്ക് ചെയ്തിട്ടോ. നല്ലൊരു കാര്യം. കാരണം ഇത്രയും ആൾക്കാരുള്ള സ്ഥലമല്ലേ, അതിൻ്റെ ഉള്ളിൽ പല ആളുകളെയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. വണ്ടി അങ്ങ് ലോക്ക് ചെയ്ത് കളയാം. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസും ദോശയും ഇഡ്ഡലിയും അങ്ങനെ ഫുഡെല്ലാം കൂടെ ആയിരുന്നു. നല്ല AC ഹാളാണ്, നല്ല ഫാമിലി റെസ്റ്റോറൻ്റാണ്. കാണാൻ നല്ല സൗകര്യമുള്ള നല്ല അടിപൊളി ഹോട്ടൽ. ഫുഡ് ഒന്നും പറയാനില്ല, സൂപ്പർ ഫുഡ്. നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ്. ചന്ന മസാലയൊക്കെ എല്ലാം സൂപ്പറിന്. 2 എണ്ണം കഴിച്ചില്ല, അതപ്പോൾ അങ്ങനെ മനസ്സിലാവും. എല്ലാം ഓക്കെ ആയിരുന്നു. പൊറോട്ട അങ്ങനത്തെ എല്ലാ സംഭവമുണ്ട്. പൊറോട്ട, ചപ്പാത്തി, ഇഡ്ഡലി, ഒരുപാട് വലിയൊരു മെനു തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാം വെജാണ് നേരം. സംഭവം എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മളെ ഫുഡ് ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാനായിട്ടോ. ഏകദേശം 1/2 മണിക്കൂറോളം ഫുഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കോഫി ഉണ്ടായിരുന്നു കുറച്ച്. യാസ് ട്രാവൽസിൻ്റെ 1.5 എടുത്ത വണ്ടി ഇവിടെ എത്തിട്ടോ. ഇത് ഹൈദരാബാദ് ബസ് തന്നെയാണ്. സെമി സ്ലീപ്പർ വോൾവോ B11R മൾട്ടി ആക്സിൽ തന്നെ.
സമയം 12:15 അപ്പോൾ നമ്മൾ ബാംഗ്ലൂരു എത്തുന്നതിന് മുമ്പുള്ള അത്തിബല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു ടോയ്ലറ്റ് ബ്രേക്കും കൂടിയാണ് കേട്ടോ വണ്ടി ഡീസൽ അടിക്കുന്ന സമയത്ത്. ഡീസൽ അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ 76 ലിറ്ററായി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ 2 ഭാഗത്തും ഫ്യൂൽ ടാങ്ക് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. അതായത് സെൻട്രലിൽ നിന്ന് നേരെ അങ്ങോട്ട് വെച്ച ഫ്യൂൽ ടാങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അടിച്ചാൽ ഇപ്പുറത്തെ ഭാഗത്ത് കാണും നമ്മൾ എത്ര ലിറ്റർ അടിച്ച് നോക്കട്ടെ. 230 ലിറ്റർ ഡീസൽ അടിച്ചു. ഫൈനലി നമുക്ക് ഡീസൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. $266 ലിറ്റർ ഡീസലാണ് നമ്മൾ അടിച്ചത്. അതായത് 23,654 രൂപേൻ്റെ ഡീസൽ അടിച്ചു. അങ്ങനെ നമ്മളെ ബസ്സിൻ്റെ ഉള്ളിൽ അത് കാണാൻ തുടങ്ങിയിട്ടാണ്. ബസ്സിൻ്റെ ഡീസലിൻ്റെ ഇത് ഫുള്ള് ടാങ്കിൽ നിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. ఖాళీ ఉన్నట్టు అది కూడా మనిషి ఉన్నా కానీ ఖాళీ.
നമ്മളെ 4ാമത്തെ സ്റ്റേറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആന്ധ്ര ബോർഡറിലാണ് നമ്മളെത്തിയത്. കർണാടക സ്റ്റേറ്റ് വിട്ട് ഇതാണ് ആന്ധ്ര. വെൽക്കം ടു ആന്ധ്ര സ്റ്റേറ്റ്. സമയം 6:52. എൻ്റെ വാച്ചെല്ലാം സ്വിച്ച് ഓഫ് ആയി പോയി. നമ്മളങ്ങനെ ഇവിടെ ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പം എല്ലാവരും ടോയ്ലറ്റ് പോകുന്ന ചായ കുടിക്കാൻ പോവുകയെല്ലാം ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് അല്ല, ജസ്റ്റ് ഒരു റീഫ്രഷ്മെൻറ്റ് ടോയ്ലറ്റ് ബ്രേക്ക് കേട്ടോ. നമ്മളെ ഡ്രൈവർ വരുന്ന മാറാൻ വേണ്ടി അങ്ങനെ അവിടെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ஹெல்ப் நம்மளுக்கு ஒரு வாட்டி கூப்பிட்டு சார் கொஞ்சம் டைமிங் சேஞ்ச் பண்ண ரெகுலராக புக் பண்ணுறேன். அவன் டைம் பண்ணி வரமாட்டேங்குது. எப்படி தரணும் தராங்கன்னா பவானி బస్ స్టాప్లో അപ്പം സമയം രാവിലെ 10:15 നമ്മൾ ഹൈദരാബാദ് എത്തി. ഇവിടെ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ലൊക്കേഷനിലോട്ടൊക്കെ പിക്കപ്പ് വാനാണ് കേട്ടോ പോവുക. ഇവിടെയാണ് നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന ഹൈദരാബാദ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി. ഇതിൻ്റെ ബാക്കിൽ ഈ ആസ് ട്രാവൽസിൻ്റെ സ്ലീപ്പറും സെമി സ്ലീപ്പർ വണ്ടികളൊക്കെയാണ് കേട്ടോ ഉള്ളത്. നമ്മളെ ശ്രീനണ്ണനാണ് കേട്ടോ. അത് പുള്ളിക്കാരൻ നല്ല കമ്പനി ആയിട്ട് ഞാനായിട്ട് നല്ല സെറ്റാണ്. പിന്നെ അവിടെ ഒരു സെമി സ്ലീപ്പർ ഉണ്ട് എറണാകുളം ഹൈദരാബാദ്. അതിൻ്റെ ബാക്കിൽ കോയമ്പത്തൂരിൽ നിന്ന് വന്നേ അതിൻ്റെ ബാക്കിൽ കോയമ്പത്തൂർ എന്നാൽ ഡെൽറ്റ ട്രാൻസ്പോർട്ടിൻ്റെ കോയമ്പത്തൂർ ഹൈദരാബാദ് വണ്ടി ഉണ്ട്. പിന്നെ ബിഗ് ബസ്സിൻ്റെ നാഗർകോയിൽ ഹൈദരാബാദ് വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരത്തെ വന്നെന്ന് തോന്നുന്നു. നമ്മൾ ഓൺ ടൈം തന്നെയാണ്. അപ്പം ഈ ഒരു പമ്പിലാണ് ബസ്സുകാർ മൊത്തം പാർക്കിങ് വരും. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു ഡീസൽ അടിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇവിടെ പാർക്കിങ് ഒക്കെ പെയ്ഡ് പാർക്കിംഗ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് പോയി ചായ കുടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബസ്സിൽ. ക്രൂ നല്ല അടിപൊളി ക്രൂ ആണ്. പാസഞ്ചേഴ്സ് ഇതിൽ നല്ല അടിപൊളി റേറ്റിംഗ് ഉള്ളതാണ് ഈ റൂട്ടിൽ. ടൈമിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ തുടങ്ങി കുറച്ച് അധികം ടൈം എടുക്കുന്ന ഒരു സർവീസാണ്. കാരണം ഇതിൻ്റെ സ്പീഡൊക്കെ ഭയങ്കര സേഫ് സ്പീഡിലാണ് അവർ ഓടിക്കുന്നത്. 90 ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഇതാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. എറണാകുളം ഹൈദരാബാദ് വോൾവോ B11 R
ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള വോൾവോ 9600 അല്ല, അതായത് പാസഞ്ചേഴ്സിന് കംഫർട്ടബിൾ 9600 ആണ്. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഡ്രൈവർമാർക്ക് കംഫർട്ടബിൾ ആ കാണുന്ന വണ്ടികളാണ് കേട്ടോ. വോൾവോ B11R ആ കുറച്ചൊരു പവർഫുൾ വണ്ടികളാണ്. അപ്പം ട്രൈ ചെയ്യാത്തവർ ഈ റൂട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. bigbustticket.com ഇതിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ. മാക്സിമം ഇവരെ കമ്പനി വെബ്സൈറ്റ് തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റെഡ് ബസ്സിൻ്റെ കമ്മീഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഇവർ മാക്സിമം ഡിസ്കൗണ്ടിലായിരിക്കും തരുന്നത് കേട്ടോ. അപ്പം ഒരു സൂപ്പർ യാത്രക്ക് ഇവിടെ അവസാനം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം ഹൈദരാബാദ്.